ദൈവം ആരാണ് എന്ന് അല്ലേ? ദൈവത്തെ കണ്ടവരാരുമില്ല, പക്ഷേ ദൈവത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഹൈക്കമാൻഡ് എന്ന്. ഈ ഹൈക്കമാൻഡ് ഇപ്പോൾ സോണിയാഗാന്ധിയാണോ ഹൈക്കമാൻഡ്, രാഹുൽ ഗാന്ധിയാണോ ഹൈക്കമാൻഡ്, പ്രിയങ്ക ഗാന്ധിയാണോ ഹൈക്കമാൻഡ്, ആർക്കും അറിയില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയാണോ ഹൈക്കമാൻഡ്, ഇത് ആർക്കും അറിയത്തില്ല. അതുകൂടാതെ തന്നെ കോൺഗ്രസിലെ കടൽക്കിഴവന്മാർ ഇനി മത്സരിക്കാനായിട്ട് വാമനപുരത്തേക്ക് വരണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ജി സുധാകരൻ കടൽക്കിഴവനല്ലേ? ഹൈക്കമാൻഡ് അവിടെ ഇരുന്ന് തീരുമാനിക്കുന്നു. ഹൈക്കമാൻഡ് ആരാണെന്ന്? ഈ ഹൈക്കമാൻഡ് എച്ച് സലാമിനെയൊക്കെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ജി സുധാകരൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് പ്രാന്താണ് എന്നുള്ള ജനം പറയത്തുള്ളൂ. കെ സുധാകരനെ പോലെയുള്ള ഒരു നേതാവ് നെഞ്ചുപൊട്ടി ഇതുപോലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ 10 വർഷമായിട്ട് കോൺഗ്രസിന് കേരളത്തിൽ ഇതേമാതിരി ഒരു അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ റീൽസ് ഇട്ട് കളിക്കുന്ന ഇട്ടിക്കണ്ടപ്പന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമസ്കാരം. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ സ്ഥിരം കാണുന്നതാണ് കോൺഗ്രസിനകത്ത് ചേരിപ്പോരുകളും പൊട്ടിത്തെറികളും എല്ലാം. ഇപ്രാവശ്യം വലിയ മാറ്റമൊന്നുമില്ല, തുടങ്ങിയിട്ടുണ്ട്. സുധാകരൻ ഡൽഹിയിൽ നിന്ന് പണങ്ങി പോരുന്നു, സ്ഥാനാർത്ഥി ആവണമെന്ന് പറയുന്നു, ആവണ്ടെന്ന് പറയുന്നു, MP-മാർ നിൽക്കണമെന്ന് പറയുന്നു, നിൽക്കണ്ടെന്ന് പറയുന്നു. എല്ലാത്തിൻ്റെ ഒപ്പം കേൾക്കുന്ന പേരാണ് അത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ്, ഹൈക്കമാൻഡ് അങ്ങനെ പറയുന്നു, ഹൈക്കമാൻഡ് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ. ഈ ഹൈക്കമാൻഡ് എന്ന് എല്ലാത്തിൻ്റെ ഒപ്പം കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ആരാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ സങ്കല്പം? അതായത് ഈ പല ആളുകളും ചോദിക്കാറുണ്ട് ദൈവം ആരാണ് എന്ന് അല്ലേ? ദൈവത്തെ കണ്ടവരാരുമില്ല, പക്ഷേ ദൈവത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. ഈ ഹൈക്കമാൻഡ് ഇന്നവരാരും കണ്ടിട്ടില്ല. ഈ ഹൈക്കമാൻഡ് ഇപ്പോൾ സോണിയാഗാന്ധിയാണോ ഹൈക്കമാൻഡ്, രാഹുൽ ഗാന്ധിയാണോ ഹൈക്കമാൻഡ്, പ്രിയങ്ക ഗാന്ധിയാണോ ഹൈക്കമാൻഡ്, ആർക്കും അറിയില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയാണോ ഹൈക്കമാൻഡ്, ഇത് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയാണെങ്കിലും രാഹുൽ ഗാന്ധി പറയും ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയും. അപ്പോൾ ഈ ഹൈക്കമാൻഡ് ആരാണ് എന്നുള്ളത് ഇന്നും ഇങ്ങനെ അദൃശ്യതയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ആരും കാണാത്തൊരു സാധനമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പാലോട് രവി ഒരു പ്രാവശ്യം ദേശീയ ഗാനം പാടിയപ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റുക സ്വാഭാവികമാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെ നമ്മൾ മാനിക്കണം. ഇന്നിപ്പോൾ വാമനപുരത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരുകൾ ഉയർന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായ രീതിയിൽ ഉള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാൻ പാടുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൂടാതെ തന്നെ കോൺഗ്രസിലെ കടൽക്കിഴവന്മാർ ഇനി മത്സരിക്കാനായിട്ട് വാമനപുരത്തേക്ക് വരണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജി സുധാകരൻ എന്ന് പറയുന്നയാൾ കടൽക്കിഴവനല്ലേ? അല്ലേ? കോൺഗ്രസ്സുകാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ജി സുധാകരൻ കടൽക്കിഴവനല്ലേ? അതുകൂടാതെ തന്നെ ജി സുധാകരൻ എച്ച് സലാം എന്ന് പറയുന്ന ഒരു മതേതര സ്വഭാവമുള്ള നല്ലൊരു കമ്മ്യൂണിസ്റ്റിനെ ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയാക്കി കെട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ശ്രമം, തികഞ്ഞ വർഗീയതയാണ് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. എച്ച് സലാമിനെയൊക്കെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ജി സുധാകരൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് പ്രാന്താണ് എന്നുള്ള ജനം പറയത്തുള്ളൂ. മറ്റെന്താണ് പറയുക? അതുകൂടാതെ ഇപ്പോൾ ഇന്ന് കണ്ണൂരിൽ ശ്രീ കെ സുധാകരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിവൈകാരികമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയരക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ വേവിലാസമാണ്. അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ള കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്ന പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എൻ്റെ സഹോദരനെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ ഉണരുമ്പോൾ എൻ്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മളൊരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായിട്ട് നടത്തി കൊലപ്പെടുത്തിയ എൻ്റെ സഹപ്രവർത്തകരുടെ ചേതനയേറ്റ മുഖമാണ്. കണ്ണൂർ ഹൃദയരക്തം ഇറ്റുവീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസ്സുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിനു വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എൻ്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്ക് വളർന്ന വിലാപങ്ങളുടെ മണ്ണിൽ കെ സുധാകരൻ തലയുയർത്തി നിൽക്കും. എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എൻ്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലെ ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും, പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. കെ സുധാകരനെ പോലെയുള്ള ഒരു നേതാവ് നെഞ്ചുപൊട്ടി ഇതുപോലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് കാണുന്ന ന്യൂ ജെൻസി നേതാക്കന്മാരുണ്ടല്ലോ,
ഈ ന്യൂജൻസി നേതാക്കന്മാരുടെ ഏക സംഭാവന എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ റീലിട്ടു എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കോൺഗ്രസിന് കേരളത്തിൽ ഇതേമാതിരി ഒരു അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ റീൽസ് ഇട്ട് കളിക്കുന്ന ഇട്ടിക്കണ്ടപ്പന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പൊ നോക്കൂ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി അവിടെ പകരം കൊണ്ടുവരുന്ന രമേശ് പിഷാരടിയാണ് കൊണ്ടുവരുന്നത്. അതായത് ബാലൻ കെ നായർക്ക് പകരമായിട്ട് ജോസ് പ്രകാശിനെ റീപ്ലേസ് ചെയ്യുന്നു എന്നത് മാത്രമല്ല, അവിടെ സംവിധാനമാരാണ് ഷാഫി പറമ്പിൽ. അതായത് ബാലൻ കെ നായരും ജോസ് പ്രകാശും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ IV ശശി സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പകരമായിട്ട് രമേശ് പിഷാരടി ഇറക്കുന്നു, ഇത് സംവിധാനം ചെയ്യുന്നു ഷാഫി പറമ്പിലും. ഇവരുടെയൊക്കെ കൈകളിലേക്ക് ഈ കോൺഗ്രസ് പ്രസ്ഥാനം പോയി കഴിഞ്ഞാൽ കെ സുധാകരനെ പോലെ, പാലോട് രവിയെ പോലെ, എന്തിനേറെ പറഞ്ഞ A ഷുക്കൂറിനെ പോലെ, ഈ പറഞ്ഞ അജയ് തറയിലിനെ പോലെ, N വേണുഗോപാലിനെ പോലെ, ജോസഫ് വാഴക്കിനെ പോലെ, ഇങ്ങനെ എത്ര നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ടെന്നേ. T ശരത്ചന്ദ്ര പ്രസാദിനെ പോലെ പാർട്ടിക്ക് വേണ്ടി തല്ലും വെട്ടും കൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുത്തിയ ആളുകളല്ലേ. അവരെയൊക്കെ കടൽക്കിഴവന്മാർ എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ച് ഒരു സൈഡ് ലൈൻ ചെയ്യുകയും അതിനുശേഷം G സുധാകരനെ പോലെ കടൽക്കിഴവിന് മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? PK ശശിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? എന്താ കടൽക്കിഴവനല്ലേ? പ്രായമത്രയായക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. AV ഗോപിനാഥിനെ ആട്ടിപ്പായിച്ചിട്ടാണ് അവിടെ A സുരേഷ് എന്ന് പറയുന്ന VS അച്യുതാനന്ദന്റെ സഹായിയെ കൊണ്ടുവരുന്നത്. P സരിനെയും അതോടൊപ്പം തന്നെ ഷാനിബിനെയും ഒക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഈ പറഞ്ഞ A സുരേഷിനെ കൊണ്ടുവരുന്നത്. PK ശശിയെ കൊണ്ടുവരുന്ന പാലക്കാട്. ഈ കോൺഗ്രസിന് ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ പല ചർച്ചകളിലും പറയാറുണ്ട്, കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശപ്പെട്ട ഒരു പൊതു സ്വത്താണ്. ആ ഒരു പാർട്ടിയെയാണ് ഇന്ന് ഇതേ അവസ്ഥയിലേക്ക് ചില ആളുകൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. ഹൈക്കമാൻഡ് അവിടെ ഇരുന്ന് തീരുമാനിക്കുന്നു. ഹൈക്കമാൻഡ് ആരാണെന്ന്? ഈ ഹൈക്കമാൻഡ് അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ എം ലിജുവിനെ പോലെയുള്ള നേതാക്കന്മാർ കോൺഗ്രസിന് നൽകിയിട്ടുള്ള സംഭാവനകളെ മറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? T സിദ്ദിഖ്, ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാര് നൽകിയിട്ടുള്ള സംഭാവനകൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഏറ്റവും ഒടുവിൽ T സിദ്ദിഖിന് ശേഷം യൂത്ത് കോൺഗ്രസിന് നല്ലൊരു സംസ്ഥാന പ്രസിഡന്റിനെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. T സിദ്ദിഖിന് ശേഷമുള്ള യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ അവസ്ഥ എന്താണ്? ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ? NDP യുടെ വിദ്യാർത്ഥി സംഘടനയാണ് G സുധാകരന്റെ ജ്യേഷ്ഠനെ കൊന്നത് എന്ന് പറയുന്നു. NDP ആരുമായിട്ടാണ് സഖ്യം ഉണ്ടായിരുന്നത്? NDP ഏതിന്റെ ഭാഗമായിരുന്നു? UDFന്റെ ഭാഗമായിരുന്നോ? കാരണം G സുധാകരനെ പോലെയുള്ള, PK ശശിയെ പോലെയുള്ള, A സുരേഷിനെ പോലെയുള്ള, പ്രേംകുമാറിനെ പോലെയുള്ള ആളുകളെ ഇങ്ങനെ ഇങ്ങോട്ട് വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് കോൺഗ്രസ് മുൻപോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു പ്രസ്ഥാനത്തിന് ഫൗണ്ടേഷൻ ഇട്ട, ഈ ഒരു പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട നേതാക്കന്മാരെ ചവിട്ടി പുറത്താക്കുന്ന രീതി, അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന രീതി ശരിയാണോ? കെ സുധാകരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോലും CPM പോലും ബഹുമാനിക്കുന്ന നേതാവാണ് കെ സുധാകരൻ. അതും കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത്. അപ്പൊ അങ്ങനെയുള്ള കെ സുധാകരനെയൊക്കെ അപമാനിച്ചിറക്കി വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുന്നേ. അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കേണ്ടതല്ലേ? കാരണം അദ്ദേഹം കണ്ണൂർ എന്നുള്ള MP ആയിരിക്കാം, അദ്ദേഹത്തെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചതല്ലേ. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് അഴിമതി അദ്ദേഹവും PV അൻവറും കൂടി നടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ തന്നെ. കോൺഗ്രസ്സുകാർ തന്നെയല്ല അദ്ദേഹത്തിന്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് കോൺഗ്രസ് ആയത്? ഇവിടെ ഹൈക്കമാൻഡ് ആരാണ് എന്നുള്ളത് ആദ്യം വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. അങ്ങനെ ഒരു ഹൈക്കമാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഈ നാട്ടിലെ പൊതുജനങ്ങളോട് ഒരല്പമെങ്കിലും ആത്മാർത്ഥത കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മരപ്പാഴുകളെ വലിച്ച് കോൺഗ്രസിനകത്തേക്ക്, UDFനകത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് സീറ്റ് കൊടുക്കുകയും കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കരുത്തരായ നേതാക്കന്മാരെ അടിച്ചു പുറത്താക്കാനും അല്ലെങ്കിൽ അടിച്ച് വീടിനകത്ത് കയറ്റാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമം വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ UDFനും ഉണ്ടാക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.